ഹായ് മക്കളെ, നമ്മളുടെ ഓണം എക്സാം ഇതാ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാൻ എല്ലാവരും റെഡി ആയിട്ടിരുന്നു. നമ്മളുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നോക്കിക്കേ, കാൽക്കുലേറ്റ് ദി ആംഗിൾ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ബിലോ ആൻഡ് ഓൾസോ ആംഗിൾ ബിറ്റ്വീൻ ഇറ്റ്സ് ഡയഗണൽ. നമ്മളുടെ ഒരു ചക്രീയ ചതുർഭുജം തന്നിട്ടുണ്ട്, അതിലുള്ള എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. അതിന്റെ ഡയഗണൽ വികരണങ്ങൾക്കിടയിലുള്ള ആംഗിളുകൾ, കോണുകൾ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിക്കേടാ, ഇവിടെ നിങ്ങളൊരു ചാപം കാണുന്നില്ലേ? നോക്കിക്കേ, എ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ചാപം സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? 45 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിലെ ചാപം ആംഗിൾ ഉണ്ടാക്കുന്നത്, സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ആർക്ക് സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിളും എന്തായിരിക്കടാ? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്താടാ വരിക? 45 അല്ലേ? 45 അല്ലടാ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആർക്ക്, അടുത്ത ചാപം നോക്കിക്കേ, അടുത്ത ചാപം നോക്കിയേ, എ ബി എന്ന് പറയുന്ന ചാപം ഇവിടെ എത്രയാണടാ ഉണ്ടാക്കുക? ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും വരിക? 30 ഡിഗ്രി അല്ലേ? നോക്കിക്കേ, ഇവിടെയും 30 ഡിഗ്രി ആണ്. ഇനി അടുത്ത ആർക്ക്, അടുത്ത ചാപം നോക്കിക്കേ, അടുത്ത ചാപം നോക്കിക്കേടാ, എത്രയാ വരുന്നത്? ഈ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ചാപം ആർക്ക് ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും മക്കളെ വരിക? 50 ഡിഗ്രി അല്ലേ? നമ്മൾ എല്ലാ ആംഗിളുകളും കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് ഇനി എന്തുണ്ട്? ഈ ആംഗിളും കാണാൻ ബാക്കിയില്ലേ? അത് എങ്ങനെയാടാ കണ്ടുപിടിക്കുക? ഇത് നോക്കിക്കേ, ഇത് എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ചക്രീയ ചതുർഭുജമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചക്രീയ ചതുർഭുജത്തിന്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സം എപ്പോഴും എന്തായിരിക്കും? 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 180 കിട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെയാടാ കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 30 പ്ലസ് 45 പ്ലസ് 50 ചെയ്താൽ പോരെ? നമുക്ക് എത്രടാ ഉത്തരം കിട്ടുക? 180 മൈനസ് 30 പ്ലസ് 45 75 പ്ലസ് 50 125. നമുക്ക് എത്രയാടാ ഉത്തരം കിട്ടുന്നത്? 55. അതായത് ഈ ആംഗിൾ 55 ആണെങ്കിൽ, ആ ആംഗിൾ 55 ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കടാ? 55 അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിളുകളും കിട്ടിയേ? പറഞ്ഞോ. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താ? 50 പ്ലസ് 55, അതായത് 105 ആണ്. 105 ആണ്. ഇനി നോക്കിക്കേ, ആംഗിൾ ഡി എന്ന് പറയുന്നത് എത്രയാ? 50 പ്ലസ് 30 80 ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, ആംഗിൾ സി എന്ന് പറയുന്നത് എന്താ? 30 പ്ലസ് 45 നമുക്ക് എത്ര കിട്ടി? 75 കിട്ടി. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാ? 45 പ്ലസ് 55 എത്രയാണടാ? 100 അല്ലേ? നമുക്ക് നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിളും കിട്ടിയില്ലേ? ഇനി എന്താണ് കാണാനുള്ളത്? നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഡയഗണലിന്റെ ഇടയിലുള്ള ആംഗിളൊക്കെ കണ്ടേ, അത് എങ്ങനെയാടാ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്കൊരു ട്രയാംഗിൾ കാണാൻ പറ്റുന്നില്ലേ? ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? യെസ്, നമ്മുടെ ട്രയാംഗിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി. ഒരു ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ കൂട്ടിയാൽ എത്ര വരാൻ പാടുള്ളൂ? 180 വരാൻ പാടുള്ളൂ. അപ്പൊ ഇത് 50 ഇത് 30 ആണെങ്കിൽ നമുക്ക് എത്ര ആയിരിക്കടാ കിട്ടുക? 180 മൈനസ് 30 പ്ലസ് 55. 180 മൈനസ് 30 പ്ലസ് 55 എത്രയാടാ വരുന്നത്? 180 മൈനസ് 85 ആണ്. 180 മൈനസ് എത്രയാണ്? 85 ആണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്രയാടാ? 95 അല്ലേ? അതായത് ഇവിടെ എത്രയാ കിട്ടുക? 95. ഇനി അടുത്തത് പറഞ്ഞേ, ഈ ആംഗിൾ എത്രയാടാ വരിക? ഈ ആംഗിൾ എത്ര വരിക നോക്കിക്കേ, 180 മൈനസ് 45 പ്ലസ് 50, അതായത് 180 മൈനസ് എന്ത് ചെയ്യണം? 95 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാടാ ഉത്തരം കിട്ടുക? 85. അതായത് ഇവിടെ 85 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാടാ കിട്ടുക? 95 അല്ലേ? ഇവിടെ എത്ര കിട്ടുക? 85 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ വരച്ച ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിളുകളും കിട്ടി. അതുപോലെ തന്നെ അവിടെ വരച്ച ഡയഗണൽസിന്റെ ഇടയിലുള്ള എല്ലാ ആംഗിൾസും കിട്ടി. സെറ്റ് അല്ലടാ? സെറ്റ്.